ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് ചിക്കൻ ബൂന മസാലയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചിക്കൻ ബൂന മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ മസാലയ്ക്ക് ഉപ്പ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പായി പോകരുത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 30 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം. ഞാനൊരു പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് ആഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ഏലക്ക ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 വറ്റൽമുളക്, ഒരു കറാമ്പട്ടയും കൂടി ആഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ ബൂന മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് എരിവ് കുറഞ്ഞ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ടുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ചൂട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒരുപാട് വെള്ളം ആവശ്യമില്ല, 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കനിൽ നിന്ന് കോട്ട് ചെയ്യുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതാ മസാലയൊക്കെ നല്ലപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തൈരാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 20 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 20 മിനിറ്റോളം നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തുറന്നു കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ബൂന മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഇഷ്ടമാവും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമ്മാനം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.